അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ബൈനറി അഡീഷൻ ആണ്. ഓക്കെ, നമ്മൾ ബൈനറി നമ്പേഴ്സും ബൈനറി കൺവേർഷനും കാര്യങ്ങളൊക്കെ എല്ലാം പഠിച്ചല്ലേ. ഇനി അത് വെച്ച് നമുക്ക് ബൈനറി അഡീഷൻ എങ്ങനെ പെർഫോം ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്കൊരു റൂൾ ഉണ്ട് അതിന്. ആ ഒരു റൂളാണ് നമുക്കിവിടെ ടേബിളിൽ തന്നിരിക്കുന്നത്. നോക്കിക്കേ, എ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് കോളം ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ സം എത്രയായിരിക്കും, അതിന് വരുന്നത് ക്യാരി എത്രയായിരിക്കും, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. അതാണ് ചെയ്യേണ്ടത്. അതായത് ബൈനറി അഡീഷൻ, നമുക്കിവിടെ അഡീഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരു റൂൾ ഇങ്ങനെ തന്നെ പഠിക്കാം. 0 0 0. ഓക്കെ, 0 1 1 1 0 1 1 1 0 വിത്ത് ക്യാരി 1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ റൂൾ വരുന്നത്. അതായത് 0 0 ആഡ് ചെയ്താൽ നമുക്ക് സം കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ, 0 1 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. 1 + 0. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 1 ആണ് കിട്ടുന്നത്. ദെൻ 1 + 1 എന്ന് വരുമ്പോഴേക്കും നമുക്ക് 0 വിത്ത് ക്യാരി 1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ റൂൾ വരുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഫൈൻഡ് സം ഓഫ് ബൈനറി നമ്പേഴ്സ് 1011 ആൻഡ് 1001. നമുക്ക് രണ്ട് നമ്പർ തന്നിട്ടുണ്ട്, രണ്ട് ബൈനറി തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 1011. ഓക്കെ, ഇതിനെ നമുക്ക് 100 ആയിട്ട് ആഡ് ചെയ്യണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ റൂള് വെച്ച് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലാസ്റ്റ് നോക്കി, നമ്മൾ നോർമലി അഡീഷൻ ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. ലാസ്റ്റ് രണ്ടെണ്ണം 1 + 1. 1 + 1 എന്ന് പറയുമ്പോൾ എന്താ ആൻസർ വരുന്നത്? 0 വിത്ത് ക്യാരി 1 ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 0 ഇവിടെ എഴുതാം, ക്യാരി 1 ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് 3 എണ്ണം ഉണ്ട്. നമ്മൾ നോർമലി നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് അഡീഷൻ ആയിട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? 3 കൂടെ ഒരുമിച്ച് ആഡ് ചെയ്തങ്ങ് എഴുതും അല്ലേ. ഇവിടെ വരുമ്പോൾ നമുക്ക് ചെയ്യുന്നത് ആദ്യം 2 എണ്ണം ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻസർ വെച്ചിട്ട് മൂന്നാമത്തെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ, ആദ്യത്തെ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ 1 ഒരു ക്യാരി 1 വന്നിട്ടുണ്ട്. ആ ക്യാരി 1 താഴത്തെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ? 0 വിത്ത് ക്യാരി 1 അല്ലേ. അപ്പോൾ എഗെയിൻ ഒരു ക്യാരി 1 ഉണ്ട്, അത് നമുക്ക് ഇവിടെ അങ്ങ് എഴുതിയേക്കാം. പിന്നെ എന്താ, ഇവിടെ ഒരു 0 ഉണ്ടല്ലേ, നമ്മുടെ ആ ഒരു ആൻസർ. ഓക്കെ, ആ 0യും താഴത്തെ 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0. അപ്പോൾ അതിവിടെ എഴുതി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താ, 1 ഉണ്ട്, മുകളിലൊരു ക്യാരി 1 ഉണ്ട്, താഴെ 2 0 ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 + 0 എന്ന് പറയുമ്പോൾ എന്തായി? 1 ആയല്ലേ. ഓക്കെ, ദെൻ എഗെയിൻ ആ 1 + 0 എന്ന് പറയുമ്പോൾ എന്താ? വീണ്ടും നമുക്ക് 1 കിട്ടി. ഓക്കെ, ഇനി എന്താ ലാസ്റ്റത്തെ 1 + 1, അവിടെ എന്താ? 0 വിത്ത് ക്യാരി 1. അപ്പോൾ 0 എഴുതി, ക്യാരി 1 നമ്മൾ ഇവിടെ കൊടുത്തു. താഴെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലി അതിനെ താഴേക്ക് എടുത്ത് എഴുതും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ എന്താ, 1011 1001 എന്ന് പറയുന്ന രണ്ട് ബൈനറി നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10100 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി അഡീഷൻ ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ബൈനറി നമ്പേഴ്സ് 110111 ആൻഡ് 10011. ഓക്കെ, നമുക്ക് രണ്ട് നമ്പർ തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. 11011. ഓക്കെ, പ്ലസ് 11001. ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യും? 1 + 1 എന്ന് പറയുമ്പോൾ എന്താ? 0 വിത്ത് ക്യാരി 1. ഓക്കെ, ഇനി 3 1 ഉണ്ടല്ലേ. അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ 0 വിത്ത് ക്യാരി 1. ക്യാരി ഇവിടെ കൊടുത്തു, 0 ഇവിടെ ഉണ്ട്. 0 + 1 എന്ന് പറയുമ്പോൾ എന്താകും നമുക്ക്? 0 + 1 is 1. ഓക്കെ, അപ്പോൾ ആ 1 നമ്മൾ താഴെ എഴുതി. ഇനി ഇവിടുത്തെ എന്താ, ഇവിടെ ഉണ്ടല്ലേ 3 എണ്ണം. ഓക്കെ, മുകളിലത്തെ ക്യാരി 1 പ്ലസ് താഴത്തെ 1 വരുമ്പോൾ എന്താ? 0 വിത്ത് ക്യാരി 1. ഓക്കെ, അപ്പോൾ 0 ഇവിടെ ഉണ്ട്, ക്യാരി 1 ഇവിടെ എഴുതി. ദെൻ 0 + 0 എന്ന് പറയുമ്പോൾ എന്താ? 0. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും നമുക്ക് 3 എണ്ണം വന്നു. 1 + 0 എന്ന് പറയുമ്പോഴേക്കും 1 ആണ്. ഓക്കെ, ആ 1 താഴത്തെ 0 വെച്ച് ആഡ് ചെയ്യുമ്പോൾ എന്താ? വീണ്ടും 1 കിട്ടും. ഓക്കെ, ഇനി നോക്കി 1 + 1 1 + 1 1 അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? 0 വിത്ത് ക്യാരി 1 അല്ലേ. ഓക്കെ, 0 വിത്ത് ക്യാരി 1. ദെൻ 1 + 1 വീണ്ടും 0 വിത്ത് ക്യാരി 1. ആ ക്യാരി 1 നമുക്ക് ഇവിടെ തന്നെ എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. അതായത് 1001010. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് ബൈനറി അഡീഷൻ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ആ ഒരു റൂള് പഠിച്ചു വെക്കുക, എന്നിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് നമ്മൾ നോർമൽ അഡീഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ ബൈനറി അഡീഷനിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡേറ്റ റെപ്രസെന്റേഷൻ. നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, എന്താണ് ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ മെത്തേഡ് യൂസ്ഡ് ഇന്റേണലി ടു റെപ്രസെന്റ് ഡേറ്റ ഇൻ എ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇന്റേണലി ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഡേറ്റ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നമുക്ക് അവിടെ നമ്പർ വരാം, ക്യാരക്ടർ, ഇമേജ്, വീഡിയോസ്, ഓഡിയോസ്, ഇതെല്ലാം ഡേറ്റാസ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റയെ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്?
കമ്പ്യൂട്ടർ യൂസസ് എ ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ടു റെപ്രസെന്റ് എ പീസ് ഓഫ് ഡേറ്റ. എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് ഇത് കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് നമ്പേഴ്സ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ ക്യാരക്ടർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, പിന്നെ എന്താ വരുന്നത്, ഇമേജ്, ഓഡിയോസ്, വീഡിയോസ് അല്ലേ, ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ്. ഈ ഒരു നമ്പേഴ്സ് തന്നെ നമുക്ക് ഇൻറ്റീജറും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് റെപ്രസെന്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിന് നമുക്കിവിടെ 3 മെത്തേഡ്സ് ഉണ്ട്. ഇൻറ്റീജറിന് മാത്രം തന്നെ 3 മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാ? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ, വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആൻഡ് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. ഇങ്ങനെ 3 മെത്തേഡാണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഇനി ഒരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഫിക്സഡ് സൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ദാറ്റ് ആർ ഹാൻഡിൽഡ് ആസ് എ യൂണിറ്റ് ബൈ എ പ്രോസസർ. ഇതിനെയാണ് നമ്മൾ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് ബിറ്റ്സിന്റെ വേർഡ്. ആ ഒരു വേർഡിൽ എത്ര ബിറ്റ്സ് ഉണ്ടോ അതിന്റെ നമ്പറാണ് നമ്മൾ വേർഡ് ലെങ്ത് ആയിട്ട് വരുന്നത്. അതായത് 8, 16, 32, 64 എന്നൊക്കെ പറയുന്നത് ഒരു വേർഡ് ലെങ്ത് ആണ്. ഓക്കെ. നമുക്കിപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഒന്ന് നോക്കിയാലോ. നമ്മുടെ ഇൻറ്റീജറെ റെപ്രസെന്റ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ അല്ലേ. ഓക്കെ. അപ്പോൾ ഇവിടെ സൈനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട് അല്ലേ, പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? നമ്മളൊരു ബൈനറി നമ്പർ എടുക്കുമ്പം അതിനെ 8 ബിറ്റ് ഫോർമാറ്റിൽ എഴുതാം. ഓക്കെ. ക്ലിയർ ആണല്ലോ? അതായത് 8 ബിറ്റ്, 8 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ. അതിൽ ഫസ്റ്റ് ബിറ്റ് ഫ്രം ലെഫ്റ്റ്, അതായത് ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ ബിറ്റ് അതെന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആണല്ലേ, MSB ആണ്. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സൈൻ ആയിരിക്കും. ഓക്കെ. ബാക്കി വരുന്ന 7 എണ്ണവും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. നമ്മളൊരു നമ്പർ എടുക്കുമ്പം അതിനെ 8 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ലെഫ്റ്റിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് സൈൻ ആയിട്ട് എടുക്കുക, ബാക്കിയുള്ള 7 എണ്ണം മാഗ്നിറ്റ്യൂഡ് ആയിട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. സൈൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം അല്ലേ. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയും? അതിനും വഴിയുണ്ട്. നെഗറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു ഫസ്റ്റ് ബിറ്റ് അതെപ്പോഴും 1 ആയിരിക്കും. ഓക്കെ. അഥവാ പോസിറ്റീവ് ആണെങ്കിലോ 0 ആയിരിക്കും. 0s ഉം 1s മാത്രമേ ഉള്ളൂ ബൈനറിയിൽ. ഓക്കെ. അപ്പോൾ 1 ആണെങ്കിൽ അത് നെഗറ്റീവ് ഇൻറ്റീജറും 0 ആണെങ്കിൽ അത് പോസിറ്റീവ് ഇൻറ്റീജറും ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ. പോസിറ്റീവ് 23 പ്ലസ് 23 അതിന്റെ ബൈനറി നമ്മൾ 8 ബിറ്റ് ഫോർമാറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് ബിറ്റ് എന്താ? 0 ആണല്ലേ, അതായത് അത് പോസിറ്റീവ് ആണ്. ശരിയാണ്, പോസിറ്റീവ് 23 ആണല്ലേ. ഓക്കെ. അതുപോലെ ഇപ്പൊ -105 എടുത്തു. ഓക്കെ. അത് മൈനസ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ബൈനറി എഴുതുമ്പോൾ നോക്കിക്കേ. ഫസ്റ്റ് ബിറ്റ് എന്താ? 1 ആണ്. റീസൺ എന്താ? അത് നെഗറ്റീവ് ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത മെത്തേഡ് ഏതാണെന്ന് പറഞ്ഞത്? വൺസ് കോംപ്ലിമെന്റ് അല്ലേ. ഓക്കെ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കഴിഞ്ഞു. അടുത്തത് വരുന്നത് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ്. അതെങ്ങനെയാ ചെയ്യുന്നത്? നോക്കിക്കേ. ടു ഗെറ്റ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി നമ്പർ ജസ്റ്റ് റീപ്ലേസ് എവറി 0 വിത്ത് 1 ആൻഡ് എവറി 1 വിത്ത് 0. സിമ്പിൾ ആണല്ലേ. എല്ലാ 0സിനെയും 1 ആക്കി മാറ്റുക, എല്ലാ 1നെ 0 ആക്കി മാറ്റുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വൺസ് കോംപ്ലിമെന്റ് കിട്ടും. ഓക്കെ. നെഗറ്റീവ് നമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് യൂസിങ് വൺസ് കോംപ്ലിമെന്റ്. നെഗറ്റീവ് നമ്പേഴ്സ് ആണ് നമ്മൾ വൺസ് കോംപ്ലിമെന്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. പോസിറ്റീവ് നമ്പേഴ്സിന് വൺസ് കോംപ്ലിമെന്റ് ഇല്ല. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതാം. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിനാണ് അത് നോട്ട് ചെയ്യുക. നെഗറ്റീവ് നമ്പേഴ്സിനാണ് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1101 എന്ന് പറഞ്ഞ ഒരു ബൈനറി നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് ആക്കാം? 1നെ എല്ലാം 0 ആക്കുക, 0നെ എല്ലാം 1 ആക്കുക. കണ്ടോ? 11001 എന്നുള്ളത് എന്തായി? 00110. സിമ്പിൾ. ഇത്രേ ഉള്ളൂ വൺസ് കോംപ്ലിമെന്റ്. ഓക്കെ. ഇപ്പൊ നമുക്കൊരു നമ്പർ ആയിട്ട് തരുമെന്ന് വിചാരിക്കുക. നോക്കിയേ. -119 ഇങ്ങനെ തരുമ്പോൾ അത് എന്ത് ചെയ്യണം? ആ ഒരു 119നെ ആദ്യം നമ്മൾ ബൈനറി ആക്കി മാറ്റാം. ഓക്കെ. നമുക്ക് ബൈനറി കിട്ടി അല്ലേ. ഇനി ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്താ ചെയ്യുന്നത്? 0111 0111 ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 0നെ 1 ആക്കുക, 1നെ 0 ആക്കുക. അപ്പൊ എന്ത് കിട്ടി? 10001000. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ വൺസ് കോംപ്ലിമെന്റ്. ഓക്കെ. അപ്പൊ ടൂസ് കോംപ്ലിമെന്റ് എന്തായിരിക്കും? ടൂസ് കോംപ്ലിമെന്റും നെഗറ്റീവിന് മാത്രമേ ഉള്ളൂ, പോസിറ്റീവിന് ഇല്ല. ടു ഗെറ്റ് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി നമ്പർ ജസ്റ്റ് ആഡ് 1 to its 1 കോംപ്ലിമെന്റ്. എന്താണ് വൺസ് കോംപ്ലിമെന്റ്? നമുക്ക് ഓൾറെഡി കിട്ടിയല്ലേ, നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പൊ പഠിച്ചോളൂ. അപ്പൊ ആ കിട്ടിയതിനോട് 1 നമ്മൾ ആഡ് ചെയ്താൽ എന്തായി? ടൂസ് കോംപ്ലിമെന്റ് ആയി. ഓക്കെ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടൂസ് കോംപ്ലിമെന്റ് ഓഫ് 10101 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. എന്താണ്? 10101 ഈ ഒരു ബൈനറി നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ? നോക്കിക്കേ. 01010. ക്ലിയർ അല്ലേ? നേരെ തിരിച്ചെഴുതി. 0സും 1സും മാറ്റി എഴുതി. ടൂസ് കോംപ്ലിമെന്റ് കാണാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? ഈ ഒരു വൺസ് കോംപ്ലിമെന്റിനോട് 1 ആഡ് ചെയ്യണം.
അപ്പോൾ 1 ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് നോക്കിക്കേ. 0 + 1 1 എഴുതി, ദെൻ ബാക്കിയൊന്നുമില്ല അല്ലേ. അപ്പോൾ എല്ലാം നമുക്ക് താഴേക്ക് എഴുതാം. 1 0 1 0. അപ്പോൾ ഫൈനൽ ആൻസർ 0 1 0 1 1. ഇതാണ് നമ്മുടെ 2's കോംപ്ലിമെന്റ്. എന്തിൻ്റെ? 1 0 1 0 1 എന്ന് പറയുന്ന ബൈനറി നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് ആണ് 0 1 0 1 1. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. 3 മെത്തേഡാണ്. ഫസ്റ്റ് വൺ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ, സെക്കൻഡ് വൺ 1's കോംപ്ലിമെന്റ്, അടുത്തത് വരുന്നത് 2's കോംപ്ലിമെന്റ്. അപ്പോൾ ഈ 3 മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. അടുത്തത് വരുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. ഇൻറ്റീജർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ റെപ്രസെന്റേഷനിൽ അടുത്തത് വരുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എങ്ങനെയാണ് ചെയ്യുക? എ റിയൽ നമ്പർ കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻറ്റീജർ ആൻഡ് എ ഫ്രാക്ഷണൽ പാർട്ട് അല്ലേ. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിലൊരു ഇൻറ്റീജറും ഉണ്ടാവും, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ബൈ യൂസിങ് എക്സ്പോണന്റ് ആൻഡ് മാൻഡിസ. എക്സ്പോണന്റും മാൻഡിസയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കിക്കേ. 25.45 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണ്. ഇതിനെ നമുക്ക് 0.2545 ഇൻറ്റു 10⁻² ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ 0.2545 എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ടേം ആണ് നമ്മുടെ മാൻഡിസ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ 10⁻² എന്ന് എഴുതുമ്പോൾ ഈ ഒരു പവർ 2 എന്ന് പറയുന്ന ഈ ഒരു പവറിനെ നമ്മൾ എക്സ്പോണന്റ് എന്നും വിളിക്കും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 32 ബിറ്റ് ഉള്ള ഒരു വേർഡിൽ 24 ബിറ്റ്സും മാൻഡിസയ്ക്കും ബാക്കി 8 ബിറ്റ് വരുന്നത് എക്സ്പോണന്റിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ 32 ബിറ്റിൽ 24 വരുന്നത് മാൻഡിസ, ബാക്കി 8 ബിറ്റ് വരുന്നത് എക്സ്പോണന്റിനായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മുടെ റെപ്രസെന്റേഷൻ എന്തിന്റെ? നമ്പേഴ്സിന്റെ ഇൻറ്റീജറും നമ്മൾ പറഞ്ഞു, ഫ്ലോട്ടിംഗ് പോയിന്റും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി വരുന്നത് ക്യാരക്ടേഴ്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നാണ്. ഓക്കെ, ക്യാരക്ടേഴ്സിന് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആസ്കി. ആസ്കി എല്ലാവർക്കും കേട്ട് വരച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. എല്ലാത്തിൻ്റെ ഫുൾ ഫോംസ് നോട്ട് ചെയ്യണം. ഓക്കെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, അതാണ് ആസ്കി വാല്യൂ. ഓക്കെ, ഇറ്റ് യൂസസ് 7 ബിറ്റ്സ് ടു റെപ്രസെന്റ് ഈച്ച് ക്യാരക്ടർ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. എന്താ? കമ്പ്യൂട്ടർ മെമ്മറിയിലെ ഓരോ ക്യാരക്ടറും റെപ്രസെന്റ് ചെയ്യാൻ അവർ 7 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. And it is introduced by the US government. A unique integer number is assigned to each character. ഒരു യുണീക്ക് ഇൻറ്റീജർ നമ്പർ ഓരോ ക്യാരക്ടറിനും ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് വിളിക്കുന്നത്. പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആസ്കി കോഡൊക്കെ കേട്ട് നമുക്ക് പരിചയം ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആസ്കി കോഡ് ഫോർ എ എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ, അതിൻ്റെ ആസ്കി കോഡ് എന്ന് പറയുന്നത് എന്താണ്? 65 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനെ നമ്മൾ ബൈനറി ഇക്വാലന്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? 100001. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിനെ ബൈനറി ആക്കി എഴുതുന്നത്. ഓക്കെ, 7 ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? മെമ്മറിയിൽ. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. വി ക്യാൻ റെപ്രസെന്റ് ഓൺലി 128 ക്യാരക്ടേഴ്സ് യൂസിങ് ആസ്കി. എന്താണ്? 128 ക്യാരക്ടേഴ്സ് മാത്രമേ ആസ്കി വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരെണ്ണം കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ അല്ലേ? അടുത്തത് വരുന്നത് EBCDIC. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം എന്താ? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. ഓക്കെ, ഇത്തിരി പാടുണ്ടാവും, പക്ഷെ പഠിച്ചു വെക്കുക, ഓരോന്നിൻ്റെ ഫുൾ ഫോം പഠിക്കുക. ഇറ്റ് ഈസ് ആൻ 8-ബിറ്റ് കോഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ IBM. ഓക്കെ, നമ്മൾ ആസ്കി പറഞ്ഞപ്പോൾ അതെന്തായിരുന്നു? 7 ബിറ്റ് ആയിരുന്നു. ഇതെന്താണ്? 8-ബിറ്റ് കോഡാണ്, IBM ആണ് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് 256 ക്യാരക്ടേഴ്സ്. ഓക്കെ, ആസ്കിയിൽ പറഞ്ഞപ്പം 7 ബിറ്റ് ആണ്, 128 ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇവിടെ EBCDICയിൽ വരുമ്പോൾ എന്താണ്? 8 ബിറ്റും ആണ്, 250 ക്യാരക്ടേഴ്സിന് അതിന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ISCII എന്താ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ഓർ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. രണ്ടെണ്ണം ഉണ്ട് നമുക്ക് ഡെഫിനേഷൻ. ഓക്കെ, അപ്പം ISCII എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഇറ്റ് യൂസസ് 8 ബിറ്റ്സ്. ഇവിടെയും 8 ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇവോൾവ്ഡ് ബൈ എ സ്റ്റാൻഡർഡൈസേഷൻ കമ്മിറ്റി ആൻഡ് അഡോപ്റ്റഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ജസ്റ്റ് അത് എത്ര ബിറ്റാന്നുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് വരുന്നതാണ് യൂണിക്കോഡ്. യൂണിക്കോഡ് വരുമ്പോഴാണ് ഇറ്റ്സ് ദ ലിമിറ്റേഷൻ ടു സ്റ്റോർ ആൻഡ് മോർ ക്യാരക്ടേഴ്സ് ആർ സോൾവ്ഡ് ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് യൂണിക്കോഡ്. ഓക്കെ, നമ്മൾ ആസ്കി പറഞ്ഞപ്പോൾ എന്താ? 7 ബിറ്റും ആണ്, 128 ആണ്. അത് കഴിഞ്ഞപ്പോൾ എന്തായി? 8 ബിറ്റ് വന്നു, 256 ആയി അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. ആ ഒരു ലിമിറ്റേഷനൊക്കെ മാറിയത് ആര് വന്നപ്പോഴാണ്? യൂണിക്കോഡ് വന്നപ്പോഴാണ്. ഇറ്റ് യൂസ്ഡ് 16 ബിറ്റ്സ്. ഓക്കെ, 16 ബിറ്റ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തോരം ക്യാരക്ടേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യാം?
65,536 ക്യാരക്ടേഴ്സ്. നല്ല ഹ്യൂജ് എമൗണ്ട് ആണല്ലേ. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ആർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും? നമ്മുടെ യൂണിക്കോഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 16 ബിറ്റാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് 65,536 ക്യാരക്ടേഴ്സ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജ് ഓഫ് ദി വേൾഡ്. ഓക്കെ, അപ്പോൾ ഈ 4 മെത്തേഡാണ് നമ്മൾ ക്യാരക്ടർ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് വരുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സെക്ഷനാണ്. എന്തൊക്കെയാണ്? ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ. ഇത് മൂന്നും എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മൾട്ടിമീഡിയ ഡേറ്റ ആർ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസിലാണ് നമ്മളിത് ഈ ഒരു മൾട്ടിമീഡിയ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. അതിന് എന്തൊക്കെയുണ്ട്? ഒരു ഹെഡർ ഇൻഫർമേഷൻ ഉണ്ടാവും, ഇമേജ് ഡേറ്റ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇമേജ് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇമേജ് ഫയൽ ഫോർമാറ്റ്സ് ദാറ്റ് വി കോമൺലി യൂസ് JPEG, then BMP, GIF, PNG ഇങ്ങനെയുള്ള ഫോർമാറ്റിലൊക്കെയാണല്ലോ. ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും ഇമേജ് ഏതൊക്കെ ഫോർമാറ്റിലാണെന്നുള്ളത്. അതുപോലെ തന്നെ ഓഡിയോ എന്ന് പറയുമ്പോൾ എന്താ? WAV, MP3 എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ഫോർമാറ്റ്സിലാണ് ഓഡിയോ വരുന്നത്. വീഡിയോ എന്ന് പറയുമ്പോഴോ AVI, WMV, JPEG2 ഇങ്ങനെയുള്ള ഫോർമാറ്റിലാണ് നമ്മൾ വീഡിയോസും കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമേജ്, ഓഡിയോ, വീഡിയോ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 രീതിയിൽ നമ്മൾ ഡേറ്റ റെപ്രസെൻറ്റേഷൻ പഠിച്ചു. ഏതൊക്കെയാണ്? നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിച്ചു, അത് കഴിഞ്ഞ് ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ 4 ടൈപ്പ് നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞ് ഫൈനലി നമ്മൾ എന്താ നോക്കി? ഇമേജ്, വീഡിയോസ് ആൻഡ് ഓഡിയോസ് ഇതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി അല്ലേ? നമ്മളെല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. ഇനി നമുക്കത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? എക്സ്പ്ലെയിൻ ദ സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. സ്റ്റോറേജ് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പ്രൈമറി മെമ്മറിയും പഠിച്ചു, അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി പഠിച്ചു അല്ലേ? ഓക്കെ, പ്രൈമറിയിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? റാമും റോമും പഠിച്ചു. സെക്കൻഡറി വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വരുന്നത്? നമ്മുടെ ഹാർഡ് ഡിസ്ക്, CD, DVD, മെമ്മറി കാർഡ് ഇതെല്ലാം വരുന്നത് എന്താ? സെക്കൻഡറി മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ? എന്താ? നമ്മളൊരു ടേബിൾ പഠിച്ചല്ലേ? അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പറഞ്ഞു. അഡ്വാൻറ്റേജ് ആയിട്ട് എന്താ പറഞ്ഞത്? സ്പീഡ്, ആക്യുറസി, ഹ്യൂജ് മെമ്മറി ഇതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ നമ്മുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ലാക്ക് ഓഫ് IQ, അതായത് ഹ്യൂമൻ ഇന്റലിജൻസ് കമ്പ്യൂട്ടറിനുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ? അതും ഇല്ല. അപ്പോൾ അതാണ് അതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ബോക്സ് നമ്മൾ അതുപോലെ എഴുതുക. അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരാം. ദെൻ തേർഡ് വൺ എന്താ? കൺവേർട്ട് ദ ഫോളോയിങ് ഇൻ ടു ബൈനറി ഇക്വാലന്റ്. ഓക്കെ, ബൈനറി ഇക്വാലന്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 74 എന്ത് ചെയ്യണം? 74നെ നമ്മൾ LCM കാണണം അല്ലേ? 2 വെച്ചിട്ട് ചെയ്യുക. എന്താണ്? 3 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 0 ഇങ്ങനെ നമ്മൾ ചെയ്ത് പോവാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് എഴുതാം. ഇനി അടുത്ത നോക്കിക്കേ. 64.17 ഇതൊരു ഫ്രാക്ഷൻ ആണല്ലേ? ഫ്രാക്ഷൻ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? ആദ്യം 64ന്റെ ബൈനറി കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 0.17ന്റെ ബൈനറി കാണാം. അത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി 49 നമ്മൾ 74 ചെയ്ത പോലെ തന്നെ 255 എന്ന് പറയുമ്പോഴും അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ബൈനറിയിലേക്ക് ആക്കാൻ എളുപ്പമാണല്ലോ, നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഇത് ഓരോന്നും ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ASCII, ASCII ആൻഡ് ISCII. ഓക്കെ, ഇത് രണ്ടും എന്താണ്? നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചാണ്. ASCIIയിൽ എന്താണ്? എത്ര ബിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ISCIയിൽ എത്ര ബിറ്റും എത്ര ക്യാരക്ടേഴ്സും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ വിത്ത് ഡയഗ്രാം. ഓക്കെ, നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചില്ല. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? അതിൻ്റെ ഒരു ഫിഗർ എങ്ങനെയായിരുന്നു വന്നിരുന്നത്? ഫസ്റ്റ് ഒരു ഇൻപുട്ട് യൂണിറ്റ് വന്നു, അത് കഴിഞ്ഞ് എന്താ? CPU ഉണ്ട്, അതിന് തൊട്ട് മേളിൽ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, CPUൻ്റെ ഉള്ള എന്തൊക്കെ വന്നു? കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരുന്നു, ALU ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിഗർ വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈസി ആണല്ലോ, നമ്മൾ പഠിച്ചാണല്ലേ? ഓക്കെ, ദെൻ represent 25 in all 3 number representation. ഓക്കെ, 25 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ഡെസിമൽ ആണല്ലേ? ഒന്നും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡെസിമൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 25നെ ബാക്കി 3 എണ്ണത്തിലേക്ക് മാറ്റം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഡെസിമൽ ടു, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്. നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നമുക്ക് എങ്ങനെയാണ്? ആദ്യം ഫസ്റ്റ് 25നെ ബൈനറിയിലേക്ക് മാറ്റണം അല്ലേ? ഓക്കെ, ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 25നെ ബൈനറിയിലേക്ക് മാറ്റുക. അപ്പോൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 1 പിന്നെ എന്ത് കിട്ടും? 2 റിമൈൻഡർ 1 ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക്
12നെ നമ്മൾ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക, 6 ഡയറക്റ്റ് പോകും അല്ലേ, 0. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ 2 വെച്ച് വീണ്ടും ചെയ്യുക, 3 നമുക്ക് എന്ത് കിട്ടും, 0 അഗെയിൻ 2 1 1 2 0 1. ഓക്കെ, അപ്പോൾ 25നെ എങ്ങനെ എഴുതുന്നത്, ബൈനറി ആക്കുമ്പോൾ 1 1 0 0 1. ഇതാണ് ഇതിൻ്റെ ബൈനറി ഫോർമാറ്റ്, 25ന്റെ ബൈനറി. ഓക്കെ, ഇനി എന്താ അടുത്തത്, ഒക്ടൽ ഉണ്ടല്ലേ. ഓക്കെ, ഒക്ടൽ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് 25നെ 8 വെച്ചിട്ട് വേണം ചെയ്യാം. ഓക്കെ, 8 വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക, 25നെ 8 വെച്ചെന്ന് പറയുമ്പോഴേക്കും 3 ടൈംസ് ആണല്ലേ പോകുന്നത്, 24. അപ്പോൾ ബാലൻസ് എന്തുണ്ട്, 1 ഉണ്ട്. ദെൻ എഗെയിൻ നമുക്ക് 8 വെച്ച് ചെയ്യുമ്പോൾ എന്താ, 3നെ ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി, 31 എന്ന് കിട്ടി. അപ്പോൾ 31 ആണ് നമ്മുടെ ഒക്ടൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, 25നെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ എന്താ, 25നെ നമുക്ക് 16 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം, 1 ടൈം അല്ലേ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 എഴുതി, റിമൈൻഡർ എന്താ 9 ഉണ്ട്, അഗെയിൻ 16 0 1 നമ്മൾ ഇങ്ങോട്ട് എഴുതി. അപ്പോൾ എന്തായി 19. അപ്പം ഇതാണ് നമ്മുടെ 25ന്റെ ബാക്കി 3 റെപ്രസെൻറ്റേഷൻ. ഏതാണ്, ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിജിറ്റ് തന്നു കഴിഞ്ഞാൽ, ഒരു ഡെസിമൽ തന്നു കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ അല്ലേ, ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 7th one. ഇഫ് എ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 കൊടുത്തിട്ടുണ്ട് അല്ലേ, അതായത് അതൊരു ബൈനറി ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ബി. ബി എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്, 8 സബ്സ്ക്രിപ്റ്റ് ഉണ്ട്, അതായത് അത് ഒക്ടൽ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു സി. സി എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്, ഹെക്സാഡെസിമൽ. സബ്സ്ക്രിപ്റ്റ് എന്താ, 16 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 28. 10 ആണല്ലേ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതൊരു ഡെസിമൽ ആണ്. ഓക്കെ, ഇതിൽ എയും ബിയും സിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അയ്യോ ഇത് എന്താന്നൊക്കെ തോന്നിപ്പോവും. പേടിക്കണ്ട, നമുക്ക് എന്താ നോക്കിക്കേ, 10 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് 28 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ ആണ്. അപ്പോൾ ഇതെന്നെല്ലാം എങ്ങോട്ട് മാറ്റണം, ബൈനറിയിലേക്ക് മാറ്റണം, ഒക്ടലിലേക്ക് മാറ്റണം, ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനൊരു അതിൻ്റെ ഫിഗർ ഒന്ന് മാറ്റി, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഒന്ന് കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ കൊടുത്തതേ ഉള്ളൂ. പക്ഷെ സിമ്പിൾ ആണല്ലോ. എങ്ങനെയാണ്, നമ്മൾ 25 ചെയ്ത പോലെ തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് 28നെ എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് മാറ്റണം അല്ലേ. ഓക്കെ, അപ്പം 28നെ ബൈനറിയിലേക്ക് മാറ്റണം, എന്ത് ചെയ്യുക, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, 14. റിമൈൻഡർ എന്താ 0 ആണ്. എഗെയിൻ 2 വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ 7, കറക്റ്റായിട്ട് പോയല്ലേ. അപ്പോൾ റിമൈൻഡർ 0. എഗെയിൻ 2 വെച്ച് ചെയ്തു, നമുക്ക് 3 കിട്ടുള്ളൂ, റിമൈൻഡർ 1 ഉണ്ട്. ദെൻ 2 വെച്ച് ചെയ്തു, എഗെയിൻ റിമൈൻഡർ 1 ഉണ്ട്, 2 0 1. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വായിക്കുമ്പോൾ എന്താണ്, എ ഇവിടെ ഇവർ എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അപ്പോൾ നമുക്ക് 1 1 1 0 0. ഓക്കെ ആണല്ലോ. അപ്പോൾ എ നമുക്ക് കിട്ടി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ബി കാണണം. ബി എന്ന് പറയുന്നത് എന്താ, ഒക്ടലാണ്. അതായത് 28 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. അപ്പോൾ എന്താ, നമുക്ക് 3ൽ ചെയ്യാൻ പറ്റും. റിമൈൻഡർ എന്താ 24, 8 × 3 24, റിമൈൻഡർ 4 വരും. എഗെയിൻ നമ്മളിത് ചെയ്യാം, 0 3. അപ്പം എന്തായി, ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 34 എന്ന് കിട്ടി. അതാണ് ഇതിൻ്റെ 34 ഡെസിമൽ അല്ല, അതിൻ്റെ ഒക്ടൽ റെപ്രസെൻറ്റേഷൻ കിട്ടി. ഓക്കെ, ഇനി എന്താ, സി കണ്ടുപിടിക്കണം അല്ലേ. സി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 16 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 16 വെച്ച് ചെയ്യുമ്പോൾ എന്താ, നമുക്ക് 1ലേ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ 1ൽ ചെയ്യുമ്പോഴേക്കും എന്താ, നമുക്ക് റിമൈൻഡർ 12 വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതായത് 28 - 16 എന്ന് പറയുമ്പോൾ നമുക്ക് 12 കിട്ടും. ഇനി 16 ചെയ്യുക, 0 1. ഓക്കെ, ഇവിടെ എന്താണ്, സി ആണല്ലേ. സി എന്ന് പറയുമ്പം 1 എഴുതി, 12 എഴുതാൻ പറ്റുമോ, പറ്റില്ല. എന്തുകൊണ്ടാണ്, ഇത് ഹെക്സാഡെസിമൽ ആണ്. അപ്പോൾ 12ന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, സിമ്പിൾ നമ്മൾ കൊടുക്കുന്നത് സി ആണ് അല്ലേ. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് 10, 11 എന്ന് പറയുമ്പം ബി വരും, ദെൻ 12 എന്ന് പറയുമ്പോൾ എന്താണ്, സി വരും അല്ലേ. ഓക്കെ, അപ്പോൾ 1 എഴുതുക, സി എഴുതുക, 60. അപ്പോൾ ഇതാണ് ആൻസേഴ്സ്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ 1 1 1 0 0, ബി എന്ന് പറയുമ്പോൾ 34, സി എന്ന് പറയുന്നത് എന്താ 1 സി. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നേരെ ഇതിൻ്റെ ഓരോന്നിനെ കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ, റെപ്രസെന്റ് നമ്പേഴ്സ് ഇൻ 2's കോംപ്ലിമെന്റ്. നമുക്ക് 4 നമ്പർ തന്നിട്ടുണ്ട്, ഇതിനെ 2's കോംപ്ലിമെന്റിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -126. ആദ്യം എന്ത് ചെയ്യുക, ഈ 126ന്റെ ബൈനറി ആണ്. ഓക്കെ, 126ന്റെ ബൈനറി എന്ന് പറയുമ്പോഴേക്കും 1 1 1 1 1 1 0. ഇതാണ് 126ന്റെ ബൈനറി. ഓക്കെ, നമുക്കിത് 8-bit ഫോർമാറ്റിൽ എഴുതണം, അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ബൈനറിയിലേക്ക് എങ്ങനെ മാറ്റാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അതുകൊണ്ടാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് വേണം ബാക്കി സ്റ്റെപ്പ് ചെയ്യാൻ. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടൂസ് കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, വൺസ് കോംപ്ലിമെന്റ് കാണണം അല്ലേ. ഓക്കെ, അപ്പൊ വൺസ് കോംപ്ലിമെന്റ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സീറോസിനെയൊക്കെ 1 ആക്കണം, 1-നെല്ലാം സീറോസ് ആക്കണം. അപ്പൊ 1 0 0 0 0 0 0 1 ഇങ്ങനെ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ടൂസ് കോംപ്ലിമെന്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ച് ടൂസ് കോംപ്ലിമെന്റ് കാണാൻ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 1 + 1 എന്ന് പറയുമ്പോൾ 0 വിത്ത് എ ക്യാരി 1. അപ്പൊ എന്തായി, 1 + 0 1 ആയി. ദെൻ 0 0 0 0 0 1. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. അതായത് -126 എന്ന് പറയുന്ന നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് എത്രയാണ്, 1 0 0 0 0 0 1 0. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താ, +73 ആണ്. ഓക്കെ, പ്ലസ് ആണ്. പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിന് ടൂസ് കോംപ്ലിമെന്റ് ഉണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂസ് കോംപ്ലിമെന്റ് ഇല്ല. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ബൈനറി ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ +73 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ബൈനറി ആക്കാം. ഓക്കെ, അത് ബൈനറി ആക്കുമ്പോൾ നമുക്ക് 1 0 0 1 0 0 1 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് 8-bit ഫോർമാറ്റിൽ എഴുതിയിട്ട് ഫ്രണ്ടിൽ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ +73 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി ആണിത്. ഇത് തന്നെയാണ് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും. ഇതിൽ വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ നെഗറ്റീവിൽ മാത്രമേ നമുക്ക് ചെയ്യേണ്ടിയുള്ളൂ. ഇനി -126 ചെയ്ത പോലെ എന്ത് ചെയ്യുക, -111 ചെയ്യുക, അതുപോലെ തന്നെ -33 ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ -126 എന്നുള്ളത് 1 0 0 0 0 0 0 1 1 0. ഇതാണ് ഇതിന്റെ എന്ത് ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ എന്താ, +73 അല്ലേ. അതിന്റെ വരുമ്പോഴേക്കും എന്താണ്, 0 1 0 0 1 0 0 1. ഇതാണ് ആൻസർ ആയിട്ട് വരാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ -111 ആണ്. അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 1 0 0 1 0 0 0 1 എന്നാണ്. ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ -33. -33 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 1 1 1 0 1 1 1 1 1 ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ ബൈനറി കണ്ടുപിടിക്കുക, അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എഴുതുക, അതിനോട് 1 ആഡ് ചെയ്തിട്ട് അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഈ 4 എണ്ണത്തിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ചെയ്ത് നോക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കൺവേർട്ട് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ടു ദി അതർ 3 നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിനെ ബാക്കി അതിന്റെ 3 നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 458. അതൊരു ഒക്ടൽ നമ്പർ ആണ്. 458. ഇതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്കൊന്ന് ബൈനറിയിലേക്ക് മാറ്റാൻ നോക്കാം. ഓക്കെ, ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ ബൈനറി ഇക്വാലന്റ് എടുക്കണം അല്ലേ. ഓക്കെ, ഒക്ടലിന്റെ ബൈനറി ഇക്വാലന്റ് എടുത്ത് നമ്മൾ അത് ജോയിൻ ചെയ്തല്ലേ എഴുതാറ്. ഓക്കെ, 4-നുണ്ട് 5-നുണ്ട്, പക്ഷെ 8-ന് നമുക്ക് ബൈനറി ഇക്വാലന്റ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഒക്ടൽ നമ്പർ 0 മുതൽ 7 വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ബൈനറി കണ്ടുപിടിക്കാൻ പറ്റില്ല. ദെൻ അടുത്തത് വരുന്നത് എന്താ, ഇതിന്റെ ഡെസിമൽ കണ്ടുപിടിക്കുക അല്ലെ. ഓക്കെ, ഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 8-ന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. മെത്തേഡ് അറിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 304 എന്നാണ്. ഓക്കെ, സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ അടുത്തത് വരുന്നത് എന്താ, ഹെക്സാഡെസിമൽ അല്ലേ. ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മളിത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ കിട്ടിയതിനെയാണ് നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഇതിനെ ബൈനറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താണ്, 72. അതൊരു ഡെസിമൽ നമ്പർ ആണ് അല്ലേ. 72 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ ആണ്. അപ്പോൾ ഡെസിമലിനെ നമുക്ക് ആദ്യം ബൈനറിയിലേക്ക് മാറ്റാം. എങ്ങനെയാണ് നമ്മൾ ഡെസിമലിനെ ബൈനറിയിലേക്ക് മാറ്റുന്നത്, LCM ചെയ്യുക, 2 വെച്ചിട്ട് LCM ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 1 0 0 1 0 0 0 എന്നാണ്. സ്റ്റെപ്സ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ആൻസർ മാത്രമായിട്ട് കൊടുക്കുന്നത്. ചെയ്ത് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമലിനെ ബൈനറി ആക്കി. ദെൻ അടുത്ത നമുക്ക് ഡെസിമലിനെ ഒക്ടലാക്കി മാറ്റാം. ഒക്ടലാക്കി മാറ്റാൻ എന്ത് ചെയ്യണം, സെയിം ആ മെത്തേഡ് പോലെ തന്നെ 8 വെച്ചിട്ട് LCM ചെയ്യാം. ഓക്കെ, അപ്പൊ 8 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 110 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ദെൻ അതിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, അതിനെന്താ ചെയ്യേണ്ടത്, 16 വെച്ചിട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, 16 വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 48 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ 2 എണ്ണം എങ്ങനെയാ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ എന്താ, 101100. അതൊരു ബൈനറി നമ്പർ ആണ്. ഓക്കെ, അപ്പൊ മൂന്നാമത് വരുന്നത് 1011
00. ഇതൊരു ബൈനറി നമ്പറാണ്. ഈ ബൈനറി നമ്പറിന് നമുക്ക് എന്തൊക്കെ മാറ്റണം? നമുക്ക് ഡെസിമലിലേക്ക് മാറ്റണം, അതുപോലെ ഒക്ടലിലേക്ക് മാറ്റണം, ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം അല്ലേ? ഓക്കെ, ഈ ബൈനറിനെ നമുക്ക് എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാം? നമ്മൾ 2ന്റെ പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് ആൻസർ 44 എന്ന് കിട്ടും. നമുക്ക് മെത്തേഡ് അറിയാം, ചെയ്ത് നോക്കുക, ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താ? ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെ? ബൈനറി ടു ഒക്ടൽ ചെയ്യുക. ബൈനറി ടു ഒക്ടൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിനെ 3 ബിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ? 101 ഒരെണ്ണാകും, ദെൻ 100 എന്ന് പറയുന്നത് 1. എന്നിട്ട് അതിന്റെ ഇക്വാലന്റ് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 54 എന്ന് കിട്ടും. ഓക്കെ, അത് ഒക്ടൽ ഇക്വാലന്റ്. ദെൻ ഹെക്സാഡെസിമൽ കാണാൻ എന്ത് ചെയ്യണം? 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ 1100 എന്ന് പറയുന്നത് ഒരെണ്ണം വരും. പിന്നെ എന്താ ബാലൻസ്? 10 ആണ് അല്ലെ? അപ്പൊ ഫ്രണ്ടിൽ എന്ത് ചെയ്യുക? 2 0 ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ ഇക്വാലന്റ് നമുക്ക് 2C എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഒരു ഹെക്സാഡെസിമൽ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് E6A9. ഈ ഒരു ഹെക്സാഡെസിമലിനെ നമുക്ക് എന്തൊക്കെയാക്കി മാറ്റണം? ബൈനറി ആക്കി മാറ്റണം, ഒക്ടലാക്കി മാറ്റണം, ഡെസിമൽ ആക്കി മാറ്റണം. ഓക്കെ, അപ്പം ഈ ഒരു ഹെക്സാഡെസിമലിനെ എങ്ങനെ നമുക്ക് ബൈനറിയിലേക്ക് മാറ്റുക? നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെ ബൈനറി ഇക്വാലന്റ് കണ്ടുപിടിക്കുക അല്ലെ? E എന്താണ്, 6 എന്താണ്, A എന്താണ്, 9 എന്താണെന്നുള്ളത് ടേബിൾ നോക്കി കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ബൈനറി വരുമ്പോൾ 11100 1101 01 01001 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക, ആൻസർ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒക്ടലിലേക്ക് മാറ്റുമ്പം എങ്ങനെയാ നമുക്ക് കിട്ടാം? ഇത് ഡെസിമൽ ആണ്. ഓക്കെ, ഒക്ടലിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു ഹെക്സാഡെസിമലിനെ നമ്മൾ 16ന്റെ പവർ വെച്ചിട്ട് ഇൻറ്റു ചെയ്ത് നമ്മൾ അതിന്റെ സം കണ്ടുപിടിക്കാം. അല്ല, അത് ഡെസിമൽ ആണ്. ഡെസിമലിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ 16ന്റെ പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം കണ്ടുപിടിക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ ഡെസിമൽ നമുക്ക് 59049 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒക്ടലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ബൈനറി ആക്കുക, എന്നിട്ട് അതിനെ തിരിച്ച് ഒക്ടലിലേക്ക് മാറ്റാം. ആ ബൈനറിനെ ഒക്ടലിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ആൻസർ 16325 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 4 എണ്ണം നമുക്ക് തന്നു. 4 നമ്പർ സിസ്റ്റം ആയിരുന്നു തന്നത്. ഒരു ഡെസിമൽ ഉണ്ടായി, ബൈനറി ഉണ്ടായിരുന്നു, ഒക്ടൽ, ദെൻ ഹെക്സാഡെസിമൽ. ഓക്കെ, അപ്പൊ ഇത് 4 എണ്ണത്തിന് ബാക്കി 3 എണ്ണമായിട്ട് കൺവേർട്ട് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ എല്ലാം മെത്തേഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻസർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനായിട്ട്, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പൊ എങ്ങനെയാ? നമുക്ക് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ബട്ട് 4 എങ്ങനെയാ തന്നിരിക്കുന്നത്? 4 നമ്പർ സിസ്റ്റത്തിലാണല്ലേ? നോക്കി, 101 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിലാണ്, 110 എന്ന് പറയുന്നത് ഡെസിമൽ ആണ്, 110101 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താ? ബൈനറി ആണ്. ദെൻ 631 എന്ന് കൊടുത്തിരിക്കുന്നത് ഒക്ടലാണ്. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റും? എല്ലാത്തിനെയും ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാം. നമുക്ക് ഏറ്റവും എളുപ്പം എന്താ? ഡെസിമൽ അല്ലേ? ഡെസിമലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ അറിയാലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഈ 4 എണ്ണത്തിനെ നമ്മൾ ഡെസിമൽ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ 101 എന്ന് പറയുന്ന ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 257. ഓക്കെ, ഇനി ഇത് ഓൾറെഡി ഡെസിമലിലാണല്ലേ, അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം. ദെൻ ഈ ബൈനറിനെ നമ്മൾ ഡെസിമലിലേക്ക് ആക്കുമ്പോൾ നമുക്ക് 107 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് 631 എന്ന് പറയുന്ന ഒക്ടലിനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 409 എന്ന് കിട്ടും. ഓക്കെ, അതെങ്ങനെയാ കൺവേർട്ട് ചെയ്യാന്ന് അറിയാമല്ലോ, ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റാം. അപ്പൊ എന്താ വരിക? ഫസ്റ്റ് വൺ ഏതാ വരുന്നത്? D ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് A കിട്ടും, ദെൻ B ആൻഡ് ഫൈനലി C. അപ്പൊ ഇതാണ് ഇതിന്റെ ഓർഡർ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഒരു ഇച്ചിരി വലിയ ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഒരു ഇത്തിരി വലുതായിരുന്നു, പക്ഷേ ഈസി അല്ലേ? നമുക്ക് കണക്ക് ചെയ്തൊക്കെ പോകാനായിട്ട് എളുപ്പമാണല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? നമ്മൾ ഫസ്റ്റ് തന്നെ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ എന്താന്നുള്ളത് അതിന്റെ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചല്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് ഡേറ്റ പ്രോസസ്സിംഗ് എന്താന്നുള്ളത് പഠിച്ചു, അവിടെ പ്രോസസ്സ് പഠിച്ചു, ഡേറ്റ പ്രോസസ്സിംഗ് പഠിച്ചു. അത് കഴിഞ്ഞ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, അവിടെ നമ്മളൊരു ഡയഗ്രം ഒക്കെ വരച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് നമ്മൾ നോക്കി പഠിച്ചു. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ആസ് എ ഡാറ്റ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ
കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഓക്കെ, അത്രയും നമ്മൾക്ക് ക്ലിയർ ആയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്പർ സിസ്റ്റത്തിലേക്ക് പോയത്. നമ്പർ സിസ്റ്റം നമ്മൾ ഏതൊക്കെ പഠിച്ചു? 4 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? ബൈനറി, ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഇങ്ങനെ 4 നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 4 നമ്പർ സിസ്റ്റത്തിന്റെ നമ്പർ കൺവേർഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ഓരോന്നിനെ ബാക്കി 3 എണ്ണത്തിലേക്ക് മാറ്റുന്ന എങ്ങനെയാന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് എന്താണ് വന്നത്? ലാസ്റ്റ് നമുക്ക് ഡേറ്റ റെപ്രസെന്റേഷൻ ആയിരുന്നു. ഓക്കെ, ഡേറ്റ റെപ്രസെന്റേഷനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? നമ്മൾ നമ്പേഴ്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, നമ്പേഴ്സിൽ തന്നെ ഇൻറ്റീജറും പഠിച്ചു, ഫ്ലോട്ടിംഗ് പോയിന്റും പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ എന്താ, ക്യാരക്ടർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, 4 മെത്തേഡ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇമേജ്, ഓഡിയോസ്, വീഡിയോസ്, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് നോക്കി. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ കുറച്ച് മാത്സും കുറച്ച് തിയറി ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പം എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്താലേ ഇത് പഠിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം പോയിന്റ് ഗൈഡ് റെഫർ ചെയ്യുക, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. അപ്പോൾ അതിവിടെ വെച്ച് ചെയ്തു നോക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.